ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാന്നറിയില്ല, ഒരുപക്ഷെ ഗൂഗിള് പറഞ്ഞത് എന്നെ അത്രയ്ക്ക് ബാധിച്ചതുകൊണ്ടായിരിക്കും. ഇപ്പോ എന്റെ മനസ്സ് പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് വേണ്ടിട്ടാ. ആൾക്കാർക്ക് വിഷമം കൊടുത്തിട്ട് അവിടെ നിൽക്ക. വേണോ? മതിയോ? വെള്ളം വേണോ? മതി മതി. ഹലോ ആരതി, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. സാർ വിളിച്ച സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഐസിയുവിന് മുന്നിൽ ആകെ തിക്കും തിരക്കും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. സോറി സർ. അവൻ സാരമില്ല. സച്ചിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ന്യൂസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നൊരു പേടി എനിക്കുണ്ട് സർ. ഇതിന്റെ പിന്നിൽ ആരോ പ്ലാൻ ചെയ്ത വലിയൊരു കളിയുണ്ട്. എനിക്ക് സച്ചിയെയും അവന്റെ കുടുംബത്തെയും വിശ്വാസമാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പിഴവ് യാതൊരു വിധത്തിലും സംഭവിക്കില്ല. എനിക്കും അത് തന്നെ തോന്നുന്നത് സർ. എന്തായാലും ആ അമ്മ അറിഞ്ഞുകൊണ്ട് വിഷമുള്ള ആഹാരം സച്ചിക്ക് കൊടുക്കില്ലല്ലോ. പക്ഷെ ഒരു കാര്യം സത്യവാ, ആഹാരത്തിൽ വിഷം കലർന്നിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചോന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സച്ചിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താ? എനിക്ക് ഡോക്ടറോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഇല്ല സർ, സിങ്കിങ് സ്റ്റേജ് ആണെന്നാ ഡോക്ടർമാർ പറഞ്ഞു. ഓ മൈ ഗോഡ്. ഒരു റിക്കവറിക്കുള്ള സാധ്യത വളരെ വിരളമാ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണം. സച്ചിയുടെ കാര്യത്തില് അങ്ങനൊരു മിറാക്കിൾ സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ എനിക്കിഷ്ടം. ജീവിതം തന്നെ ട്രാജഡി ആയിപ്പോ ഒരു മനുഷ്യനായാള്. എനിവേ ആരതി അയാൾക്ക് വേണ്ടി ഒരുപാട് റിസ്ക് എടുക്കുന്നു. താങ്ക്സ്. എന്തിനാ സാർ എന്നോട് താങ്ക്സ് ഒക്കെ? ഞാനിപ്പോ സത്യത്തില് അയാൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ പറയാനാ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. എനിവേ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. പണം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം വാങ്ങാൻ സാധിക്കും. ഒരു കാര്യം ഒഴിച്ച് സമയം. നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും എത്ര പണം കൊടുത്താലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എത്രയും വേഗം എല്ലാം തുറന്നു പറഞ്ഞ് സന്തോഷത്തോടെ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങണം സാറേ. ഞാൻ സാറിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. എന്താ ഗൂഗിളിത്? ഗൂഗിള് ഇത്രയ്ക്ക് ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോ? എടോ, ജീവിതത്തില് നാം കണ്ടുമുട്ടുന്ന ചില മനുഷ്യരുണ്ട്. അവര് നമ്മുടെ ആരും ആയിരിക്കില്ല. എന്നാ പതുക്കെ പതുക്കെ അവര് നമ്മുടെ ജീവിതത്തിലെ ആരെല്ലാമോ കൈമാറും. അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പലതും നമ്മളെ പിടിച്ച് കുലുക്കുകയും ചെയ്യും. അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പലപ്പോഴും അത് നമ്മുടേത് കൂടിയായി മാറും. അങ്ങനൊരു മനുഷ്യനാ സച്ചി. ഒരു സാധാരണ ഡ്രൈവർ. പക്ഷേ പരിചയപ്പെട്ട് സംസാരിച്ചു വന്നപ്പോ
അയാളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ അയാളോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി. എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അയാൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും വേണ്ടിയാണ്. അയാളുടെ ഭാര്യയെ അയാൾ അത്രയേറെ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ ഇതുപോലെ അവസ്ഥ കിടക്കുമ്പോൾ എങ്ങനെ നമ്മുടെ കണ്ണെന്നറിയാതിരിക്കും? സത്യത്തിൽ നിർഭാഗ്യവതി ആ ഭാര്യയല്ലേ? ആ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് പറ്റിയില്ലല്ലോ. നമ്മുടെ നാട്ടുകാരുടെ കാര്യമൊക്കെ ഇഷ്ടം. സമൂഹത്തിന് പലപ്പോഴും ഒരു വേട്ടക്കാരന്റെ മനസ്സാണെന്ന് പറയാറുണ്ട്. ഇരയുടെ പ്രാണഭയമോ സങ്കടങ്ങളോ ഒന്നും ഭ്രാന്ത് പിടിച്ച സമൂഹത്തിന് മനസ്സിലാവില്ല. അതുപോലൊരു അവസ്ഥയിലൂടെ സച്ചിയും കുടുംബവും കടന്നു പോകുന്നത്. സ്വന്തം മരുമകൻ ഉൾപ്പെടെ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാ ആ സ്ത്രീയാണ് ഇത് ചെയ്തതെന്നും പറഞ്ഞ് ഈ സമൂഹം ആർത്തു വിളിക്കുന്നത്. സത്യത്തിൽ അവരുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് കഷ്ടം തോന്നി. ഇത്രയും പ്രായമായ ഒരു സ്ത്രീ, അതും ലോക്കപ്പിനുള്ളിൽ. ഇതിന് പിന്നിലെ ചതി എന്താന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല ഗൂഗിൾ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അവസ്ഥ പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. ഈ കേസിലും അവർക്ക് അനുകൂലമായിട്ട് വാദിക്കാൻ എനിക്ക് പറ്റില്ല. എങ്കിലും അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. പക്ഷേ അതൊക്കെ വലിയ കടമ്പകളാ. പോലീസ് അന്വേഷണം വരണം, കേസ് കോടതിയിലെത്തണം. അതുവരെ ആ കുടുംബം നീറി കഴിയേണ്ടി വരും. ആരതി പറഞ്ഞത് വെച്ച് നോക്കിയാ അയാളൊരു സിംഗിങ് സ്റ്റേജില്ല. എന്നുവെച്ചാ മരണത്തിന് തൊട്ടു മുന്നിലെ ഹീസ് ബാഡ്ലി അഫക്റ്റഡ്. കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൂഗിൾ. ആ കുടുംബത്തിനെ ഇങ്ങനെ ദ്രോഹിച്ചതിന് പിന്നിൽ ആരായിരിക്കും? അറിയില്ല. പോലീസ് കണ്ടുപിടിക്കുമായിരിക്കും. എന്തിനാന്നറിയില്ല. ഒരുപക്ഷെ ഗൂഗിൾ പറഞ്ഞത് എന്നെ അത്രയ്ക്ക് ബാധിച്ചതുകൊണ്ടായിരിക്കും. ഇപ്പോ എന്റെ മനസ്സ് പ്രാർത്ഥിക്കുന്നത് അയാൾക്ക് വേണ്ടിട്ടാ.